വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണ്. കുറച്ച് ലോങ് ടോപ്പിക് ആണ്. ഇവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എത്ര ടൈപ്പ് ഓഫ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓർമ്മ ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും കൂടെ റീകളക്ട് ചെയ്യുക. സോ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ 4 കാറ്റഗറിയിലാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് ടൈട്രേഷൻ കർവ് അനുസരിച്ചിട്ട്. സോ ബേസിക്കലി നമുക്കറിയാലോ എന്തൊക്കെയാണ്, ഏതൊക്കെ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫൈ ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് base, weak acid strong base, strong acid weak base and weak acid weak base. ഈ രീതിയിലാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. സോ ഓരോന്നിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് പഠിച്ചു പോവാം. സോ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ, സോ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ എ സ്ട്രോങ് ആസിഡ് ഓൺ ദ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ് ഇൻ വാട്ടർ ആൻഡ് സിമിലർലി സ്ട്രോങ് ബേസ് ഓൾസോ ഡിസോസിയേറ്റ് ഫുള്ളി ഇൻ വാട്ടർ. സോ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ നടക്കുകയും സ്ട്രോങ് ബേസ് ആണെങ്കിൽ അവിടെയും ഡിസോസിയേഷൻ വെള്ളത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. സോ സ്ട്രോങ് ആസിഡ് എക്സാമ്പിൾ HCl H2SO4 സ്ട്രോങ് ബേസ് ആണെങ്കിൽ NaOH KOH ഒക്കെയാണ് എക്സാമ്പിൾ വരിക. ഇനി ടൈട്രേഷന്റെ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് നമ്മൾ മിക്സ് ചെയ്യുന്നു. pH gradually ചേഞ്ച് ചെയ്യും. The pH changes gradually at first and then sharply near the equivalent point. So പിന്നെ എന്ത് ചെയ്യുന്നു, ഇക്വലന്റ് പോയിന്റ് അടുത്തേക്ക് വരികയാണ് ചെയ്യുക. സോ ഇക്വലന്റ് പോയിന്റ് റീച്ച് ആവുമ്പോൾ അല്ലെങ്കിൽ ഇക്വലന്റ് പോയിന്റ് എത്തുമ്പോൾ ദ pH reaches 7. pH എത്രയാവുന്നു, 7 ആവുകയാണ് ചെയ്യുക. ആൻഡ് ബിക്കം സോൾട്ട് ഫോം ഫ്രം സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഡസ് നോട്ട് ഹൈഡ്രോലൈസ്. കണ്ടോ, അപ്പൊ നമ്മുടെ ഈ ഒരു pH 7 ആയി കഴിയുമ്പോൾ അവിടെ സോൾട്ട് ഫോം ചെയ്യുന്നു. ഏതിന്റെ സോൾട്ട്? സ്ട്രോങ് ആസിഡിന്റെ സോൾട്ട് ഫോം ചെയ്യുകയും അങ്ങനെ സ്ട്രോങ് ബേസ് എന്ത് ചെയ്യില്ല, ഹൈഡ്രോസോ ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്ത് ചെയ്യില്ല, pHനെ ഒരു തരത്തിലും അഫക്ട് ചെയ്യില്ല. അപ്പൊ ഒന്നും കൂടെ പറയാം, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും നമ്മൾ മിക്സ് ചെയ്തു. അപ്പൊ pH ആദ്യം ഗ്രാജുവലി ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, പിന്നെ അത് ഇക്വലൻസ് പോയിന്റിലേക്ക് വരികയാണ് ചെയ്യുക. ഇക്വലന്റ് പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേക്കും pH 7ലേക്ക് വരികയും അങ്ങനെ അവിടെ സോൾട്ട് ഫോം ചെയ്യും. എന്തിന്റെ? ആസിഡിന്റെ സോൾട്ട് ഫോം ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യും, സ്ട്രോങ് ബേസ് ഹൈഡ്രോലൈസ് ആവാതിരിക്കുകയും അങ്ങനെ ദാറ്റ് മീൻസ് pH എന്ത് ചെയ്യുന്നു, മാറാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇനി ബിഫോർ ടൈട്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദ pH ഓഫ് ദ സൊല്യൂഷൻ ഈസ് ദാറ്റ് ഓഫ് സ്ട്രോങ് ആസിഡ്. സോ pH ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡിൻ്റെതായിരിക്കും. അതായത് ഏതാണോ അവിടെ സ്ട്രോങ് ആസിഡ് അതിൻ്റെ ആയിരിക്കും എന്ത്, pH നമ്മൾ പറയുക. ഇനി ഡ്യൂറിങ് ടൈട്രേഷൻ ആണെങ്കിൽ ആസ് NaOH ആഡ്, നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് NaOH ആഡ് ചെയ്യും. ആൻഡ് ദ pH ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, കൂടുകയാണ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു. Rate of pH increase accelerate as the titration near the equivalent point. So rate of pH എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കൂടി ആക്സലറേറ്റ് ചെയ്ത് വരും. പിന്നെ അത് ഇക്വലന്റ് പോയിന്റിലേക്ക് പോവാണല്ലോ, പക്ഷെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആൻഡ് ദ pH change sharply near equivalent point when the titration completely neutralize the acid. So കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, pH മാറാതിരിക്കുന്നു എന്നുള്ളതാണ്. At equivalent point ആണെങ്കിൽ pH is exactly 7 because the salt formed from neutralization of a strong acid and strong base doesn't affect the pH. അപ്പോൾ equivalent point എങ്ങനെയാണ്, എക്സാക്ട്ലി 7 ആണ്. എന്തുകൊണ്ടാണ്? അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നു, സോൾട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് സ്ട്രോങ് ബേസിന് എന്ത് ചെയ്യുന്നില്ല, pH അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റിന് ശേഷമാണെങ്കിലോ, ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റിലാണെങ്കിൽ pH പയ്യെ എന്ത് ചെയ്യുന്നു, റൈസ് ആകുന്നു. സ്ലോലി റൈസ് ആയതിനു ശേഷം. ആൻഡ് അത് മാത്രമല്ല, ദിസ് ഈസ് ക്യാരക്ടറൈസ് ഓഫ് എക്സസ് ബേസ് ബീങ് ആഡ്. ഇത് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സസ് ആയിട്ട് ബേസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കാണിക്കുന്നത്, ഈ ഒരു രീതി കാണിക്കുന്നത്. pH rises significantly in region after equivalence but which will be higher than 7 due to excess OH ion from the base. So ബേസിൽ നിന്ന് എക്സസ് OH ions ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കാം, pH higher than 7 ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, നമ്മൾ സ്ട്രോങ് ആസിഡും ബേസും മിക്സപ്പ് ചെയ്തു ആൻഡ് ഇക്വലന്റ് പോയിന്റിലേക്ക് വരുന്നു ആൻഡ് 7ലേക്ക് വരുന്നു, സോൾട്ട് ഫോം ചെയ്യുന്നു ഫ്രം ദി സ്ട്രോങ് ആസിഡ്. ഇതാണ് സംഭവം. ഇതിനെയാണ് താഴേക്ക് നമ്മൾ ഓരോന്നായിട്ട് ടൈട്രേഷന് മുന്നേ എങ്ങനെ, ടൈട്രേഷൻ സമയത്ത് എങ്ങനെ, ഇക്വലന്റ് പോയിന്റിൽ എങ്ങനെ, ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റിൽ എങ്ങനെ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആ ഒരു പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, അത് വെച്ച് പഠിക്കാം. സോ ഇൻഡിക്കേറ്റർ പറയുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനോഫ്താലിൻ, മീത്തൈൽ ഓറഞ്ച്, മീത്തൈൽ റെഡ്, ബ്രോമോതൈമോൾ ബ്ലൂ, ഫീനോൾ റെഡ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ടൈട്രേഷൻ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് തന്നെ pH നമുക്ക് അങ്ങനെ ഒരു അത്രയും സ്യൂട്ടബിൾ ആയ pH വേണം. ലൈക്ക് pH ട്രാൻസിഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3ഉം 10.5ഉം ആണ്. സോ അതുകൊണ്ട് തന്നെ കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. സോ ഞാൻ അതേപോലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ ഇത്രയും നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ട ആവശ്യമുണ്ട്.
രണ്ടാമത്തെ വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. സോ എ വീക്ക് ആസിഡ് ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ആൻഡ് സ്ട്രോങ് ബേസ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻ വാട്ടർ. കണ്ടോ, വീക്ക് ആസിഡ് പാർഷ്യലി എന്ത് ചെയ്യുള്ളൂ, ഡിസോസിയേറ്റ് ഉള്ളൂ. പക്ഷേ സ്ട്രോങ് ബേസ് അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. വീക്ക് ആസിഡ് ആണെങ്കിൽ അസറ്റിക് ആസിഡ്, സ്ട്രോങ് ബേസ് ആണെങ്കിൽ NaOH. സോ ഇവിടെ നമ്മൾ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു വീക്ക് ആസിഡ് ഈസ് ട്രൈറ്റേറ്റ് വിത്ത് സ്ട്രോങ് ബേസ്. വീക്ക് ആസിഡിനെയും സ്ട്രോങ് ബേസിനെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ pH at the equivalent point is greater than 7. കണ്ടോ, pH at equivalent point is greater than 7 because the salt formed. അവിടെയും സോൾട്ട് ഫോം ചെയ്യുന്നു, undergo hydrolysis producing hydroxide ion. അവിടെ OH ions ഫോം ചെയ്യുന്നു ആൻഡ് സൊല്യൂഷൻ ബേസിക് ആക്കുന്നു. ഇതും എളുപ്പമാണ്, ഒന്നുമില്ല, ഒന്നും കൂടെ പറയാം. സ്ട്രോങ് ബേസും വീക്ക് ആസിഡ് ആഡ് ചെയ്യുന്നു. ദ pH at the equivalent point greater than 7. കണ്ടോ, greater than 7 ആണ് ബിക്കോസ് സോൾട്ട് ഫോം ചെയ്യുന്നു, ഹൈഡ്രോലൈസിസ് പ്രൊഡ്യൂസിങ് ഹൈഡ്രോക്സൈഡ് അയൺ. സിമ്പിൾ. ഇനി ബിഫോർ ടൈട്രേഷൻ ആണെങ്കിൽ pH ഓഫ് ദ വീക്ക് ആസിഡ് ഇസ് ഹയർ ദാൻ ദ സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആസിഡ്. അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. ഫോർ എക്സാമ്പിൾ 0.1 നോർമൽ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ഹാസ് എ pH ഓഫ് അപ്രോക്സിമേറ്റ്ലി 2.87. അപ്പം pH ഓഫ് ദ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രോങ് ആസിഡിനേക്കാൾ കൂടുതലാണ്. അല്ലേ, കാരണം എന്തുകൊണ്ടാണ്, 0.1 നോർമൽ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ pH അപ്രോക്സിമേറ്റ് 2.87 ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. സോ ഡ്യൂറിങ് ടൈട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ NaOH ആഡ് ചെയ്യുകയും pH ഫസ്റ്റ് ഗ്രാജുവലി ഇൻക്രീസ് ആവുകയും പിന്നെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഈസ് ഫാസ്റ്റർ ദാൻ വിത്ത് സ്ട്രോങ് ആസിഡ് ഡ്യൂ ടു പാർഷ്യൽ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ്. സോ പാർഷ്യൽ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് നടക്കുന്നത് കൊണ്ട് തന്നെ എന്താ റേറ്റ് ഓഫ് ഈ ഒരു pHന്റെ കാര്യത്തിൽ റേറ്റ് ഓഫ് ഇൻക്രീസിംഗ് എന്ന് വെച്ചാൽ ഫാസ്റ്റർ ആണ് എവിടെ, ദാൻ വിത്ത് സ്ട്രോങ് ആസിഡ്. ആൻഡ് ദ കോമൺ അയൺ എഫക്ട് സപ്രസ് ദ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് ഫോം ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ pH. അപ്പം നമ്മൾ ഓൾറെഡി കോമൺ അയൺ എഫക്ട് ഞാൻ പഠിപ്പിച്ചതാണ്. സോ കോമൺ അയൺ എഫക്റ്റിൽ എന്ത് ചെയ്യുന്നു, ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സോൾട്ട് ഫോം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, സപ്രസ് ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, pH കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇക്വലന്റ് പോയിന്റിലാണ് എന്നുണ്ടെങ്കിൽ the pH at the equivalent point is greater than 7 ആണ് കേട്ടോ. This is due to hydrolysis of salt. So നമ്മുടെ സോൾട്ട് ഹൈഡ്രോലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ 7 ആണ് വരിക, which produce OH ions. ആൻഡ് സൊല്യൂഷൻ മോർ ബേസിക് ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 0.1 നോർമൽ അസിറ്റിക് ആസിഡ് നമ്മൾ 0.1 നോർമൽ NaOH ടൈട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ദ pH at the equivalent point അപ്രോക്സിമറ്റ്ലി 8.72 ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് 7. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്താണ് സൊല്യൂഷൻ കൂടുതൽ ബേസിക് ആവുകയും OH അയൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് റീസൺ പറഞ്ഞത് കേട്ടോ. ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ pH കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യും ആൻഡ് സ്ലോലി ആസ് എക്സസ് ബേസിസ് ആണ്. നമ്മൾ ബേസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും തോറും ഇതിന്റെ pH ഇങ്ങനെ കൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ പയ്യെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഇവിടെ കീ പോയിന്റ്സ് നോക്കേണ്ടതുണ്ട്. ഇനിഷ്യൽ pH ഹയർ ആയിരിക്കും ദാൻ സ്ട്രോങ്ങർ ആസിഡിനേക്കാൾ. പിന്നെ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് pH ഇസ് ഗ്രേറ്റർ ദാൻ സ്ട്രോങ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ. സോ സ്ട്രോങ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ നോക്കുവാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് pH കൂടുതൽ തന്നെയാണ്. pH at the equivalent point is higher because of hydrolysis of salt formed. എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 7 അല്ലെ, pH ഓഫ് equivalent point കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ 7 ആണ്. എന്തുകൊണ്ടാണ്, സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഓഫ് ഹൈഡ്രോലിസിസ് ഓഫ് ദി സോൾട്ട് ഫോംഡ്. സോ ഈ ഹൈഡ്രോലിസിന് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പറ്റുന്നവർ നോക്കുക, ഇല്ലാത്തവർ വിട്ടേക്കുക. ഫസ്റ്റ് സോൾട്ട് ഫോം ചെയ്യുന്നതാണ് ഹൈഡ്രോലൈസ് ഇൻ വാട്ടർ ആൻഡ് ലീഡ് ടു സൊല്യൂഷൻ ബീങ് OH മൈനസ് അയൺ ആർ റിലീസ് ഇൻ ടു സൊല്യൂഷൻ. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഇത് കണ്ടോ ഈ ഒരു സാധനം. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുല ഓഫ് pH കാൽക്കുലേഷൻ ആണ്. സോ pH കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി pH ഈസ് ഈക്വൽ ടു 1/2 pKw പ്ലസ് pK പ്ലസ് ലോഗ് C ചെയ്യാം. സോ pKx എന്ന് വെച്ചാൽ മൈനസ് ലോഗ് kx ആണ്. വിത്ത് kx എന്ന് വെച്ചാൽ ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. Ka എന്ന് വെച്ചാൽ ആസിഡും Kb എന്ന് വെച്ചാൽ ബേസുമാണ് കേട്ടോ. ആൻഡ് C ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഫോംഡ് ആണ്. ഇതാണ് ഫോർമുല വരുന്നത്. സോ ഇത് നോക്കി വെക്കുക. ഫോർമുല ജസ്റ്റ് നമുക്ക് പഠിക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പഠിക്കും, പക്ഷെ ഇപ്പോൾ ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് എളുപ്പമാണ്. ബേസിക്കലി നിങ്ങൾ ബിഫോർ ടൈട്രേഷൻ, ഡ്യൂറിങ് ടൈട്രേഷൻ, ഇക്വലന്റ് പോയിന്റ്, ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റിൽ എന്താ നടക്കുന്നത്, അവിടെ എത്രയാണ് വരിക, അത് മാത്രം നോക്കിയാൽ മതി. വാരിക്കോല് പഠിക്കണം എന്ന് നിർബന്ധമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. A strong acid completely dissociate in water. Strong acid completely വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്യും. വൈൽ വീക്ക് ബേസ് ആണെങ്കിലോ പാർഷ്യലി മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ HCl ആണ് സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ് NH4OH ആണ്. സോ ടൈട്രേഷൻ ക്യാരക്ടർ പറയുവാണെങ്കിൽ ഇൻ ദിസ് കേസ് pH അറ്റ് ഇക്വലന്റ് പോയിന്റ് ഇസ് ലെസ് ദാൻ 7 ആണ്. എന്തുകൊണ്ടാണ്, സോൾട്ട് ഫോം ചെയ്യുന്നു ആൻഡ് ഹൈഡ്രോലൈസ് ടു NH4+ ആൻഡ് Cl. സോൾട്ട് ഫോം ചെയ്തിട്ട് NH4+ ആൻഡ് Cl- ആയിട്ട് മാറും. NH4+ ഹൈഡ്രോലൈസ് ആവുകയും അങ്ങനെ അവിടെ നിന്ന് H+ റിലീസ് ആവുകയും ചെയ്യും. സൊല്യൂഷനിലേക്ക് H+ റിലീസ് ചെയ്യുകയും അങ്ങനെ സൊല്യൂഷൻ അസിഡിക് ആക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഒന്നും കൂടെ പറയാം, NH4Cl hydrolyzed to NH4 plus and Cl minus, and NH4 plus ion undergo hydrolysis and releasing H plus and into solution and making solution more acidic. എളുപ്പമാണ്, ഇവിടെ നോക്കിയാൽ മതി. NH4Cl ആണ്, അതിൽ നിന്ന് H റിലീസ് ചെയ്തു, അങ്ങനെ അസിഡിക് ആക്കുന്നു. സിമ്പിൾ. ബിഫോർ ടൈട്രേഷൻ ആണെങ്കിൽ pH ഓഫ് ദ സ്ട്രോങ് ആസിഡ് ഇസ് വെരി ലോ, അറൌണ്ട് 0 ആണ്. ഡ്യൂറിംഗ് ടൈട്രേഷൻ ആണെങ്കിൽ NOH ആഡ് ചെയ്യുകയും ടു സ്ട്രോങ് ആസിഡ് ചെയ്യുമ്പോൾ pH ഗ്രാജുവലി കൂടുകയും പിന്നെ മോർ റാപ്പിഡ്ലി ഇക്വലന്റ് പോയിന്റിനടുത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇക്വലന്റ് പോയിന്റിൽ വരികയാണെങ്കിൽ pH at equivalent point is less than 7 ആണ്, ഡ്യൂ ടു hydrolysis of salt formed. എന്തുകൊണ്ടാണ് hydrolysis to salt formed and NH4 plus ion release H plus ion solution and make it acidic. ഓൾഡ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, NH4 plus നിന്ന് H plus ion കൊടുക്കുകയും അങ്ങനെ അസിഡിക് ആകുകയും ചെയ്യുന്നു. ആഫ്റ്റർ ഇക്വലന്റ് പോയിന്റ് ആണെങ്കിലോ pH റൈസ് ആവുകയും എക്സസ് NaOH ആഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എളുപ്പമാണ്, നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം നമുക്ക് കോറിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റ് ഇൻ വാട്ടർ. ശ്രദ്ധിക്കണം, വീക്ക് ആസിഡും വീക്ക് ബേസും ആണ് എന്നത് പാർഷ്യലി മാത്രമേ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. വീക്ക് ആസിഡ് അസിറ്റിക് ആസിഡ്, വീക്ക് ബേസ് ആണെങ്കിൽ അമോണിയ. സോ ബോത്തും വീക്ക് ആസിഡും വീക്ക് ബേസും ആയതുകൊണ്ട് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ pH മാറുന്നില്ല എന്നുള്ളതാണ് ടൈട്രേഷൻ ചെയ്യുമ്പോൾ. ആൻഡ് pH at equivalent point depend on relative strength of acid and base. കണ്ടോ, pH at the equivalent പോയിന്റിൽ pH എന്ന് പറയുന്നത് സ്ട്രെങ്ത്, ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും pH നമ്മൾ പറയുക എന്നുള്ളതാണ്. ബിഫോർ ടൈട്രേഷൻ ആണെങ്കിൽ ദ pH സൊല്യൂഷൻ ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ആൻഡ് ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ്. അവിടെ കോൺസെൻട്രേഷനും ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റും വെച്ചിട്ട് മാത്രമേ നമ്മൾ pH തീരുമാനിക്കുള്ളൂ, അല്ലെങ്കിൽ pH പറയുള്ളൂ. ഇനി ഡ്യൂറിങ് ടൈട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ pH ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ടൈട്രേഷൻ കർവ് ഓഫ് ദിസ് കോമ്പിനേഷൻ ടെൻ ടു റിലേറ്റീവ്ലി ഫ്ലാറ്റ്. സോ രണ്ടിൻ്റെയും ടൈട്രേഷൻ കർവ് നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കും. നെയ്തർ ആസിഡ് നോർ ബേസ് ഡിസോസിയേറ്റ് ഫുള്ളി. കാര്യം ഒന്നെങ്കിൽ ആസിഡോ അല്ലെങ്കിൽ ബേസോ ഇതിലൊന്നും ഡിസോസിയേറ്റ് ചെയ്യില്ല. കാര്യം എന്തുകൊണ്ടാണ്, ഓൾറെഡി പറഞ്ഞു, പാർഷ്യലി മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. ഇനി ഇക്വലന്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ pH ക്യാൻ ബി അസിഡിക്, ന്യൂട്രൽ ഓർ ബേസിക്. pH അസിഡിക് ആകാം, ബേസിക് ആകാം, ന്യൂട്രൽ ആകാം. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആണ്. ആസിഡിന്റെയും ബേസിന്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അസിഡിക് ആണോ, ന്യൂട്രൽ ആണോ, ബേസിക് ആണോ എന്ന് മനസ്സിലാവുള്ളൂ. ആൻഡ് ദ pH വിൽ ബി അസിഡിക് ഇഫ് ദ ബേസ് ഇസ് സ്ട്രോങ്ങർ. ബേസ് സ്ട്രോങ്ങർ ആണെങ്കിൽ എന്താണ്, അസിഡിക് ആയിരിക്കും. ആൻഡ് ദ pH വിൽ ബി ബേസിക് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഈ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ രണ്ടും വീക്കാണ് എന്നുള്ളതാണ്. ഇനി ബഫർ സൊല്യൂഷൻ. സോ എന്താണ് ബഫർ സൊല്യൂഷൻ? സോ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ പോലും എന്ത് ചെയ്യില്ല, pHൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ച് ആസിഡോ ബേസോ ആഡ് ചെയ്താൽ പോലും pHൽ മാറ്റം ഉണ്ടാവില്ല. സോ ഇറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓർ വീക്ക് ബേസ് ആൻഡ് കോൺജുഗേറ്റ് ആസിഡ്. ഇത് നിങ്ങൾ അതുപോലെ പഠിക്കുക. അതിനകത്ത് എന്തുണ്ടാവും, ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓർ വീക്ക് ബേസ് ആൻഡ് കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. And buffer solution are particularly important in titration involving weak acid or weak base. എന്താണ് ബഫർ സൊല്യൂഷൻ പെർട്ടിക്കുലർലി എന്താണ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടൈട്രേഷൻ സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. വീക്ക് ആസിഡോ വീക്ക് ബേസോ ആണെങ്കിൽ എന്തിനാ, നമുക്കൊരു സ്റ്റേബിൾ pH കിട്ടാൻ വേണ്ടി. കാരണം വീക്ക് ആസിഡോ വീക്ക് ബേസോ ആണ് നമ്മൾ ടൈട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ pH നിർബന്ധമായും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ സ്ട്രോങ് ആസിഡ് ബേസ് ആണെങ്കിൽ എന്താണ്, pH equivalent 0.27, ഷാർപ്പ് pH ആയിരിക്കും, നിയർ ഇക്വലന്റ് പോയിന്റ് ആയിരിക്കും. വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ബേസ് ആണെങ്കിലോ 7 ഡ്യൂ ടു ഹൈഡ്രോളിസിസ് സോൾട്ട്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിലോ ബിലോ 7 ആയിരിക്കും, മറ്റേ എബോ 7, ഇവിടെ ബിലോ 7. ഇനി രണ്ട് വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിലോ ഇക്വലന്റ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആസിഡിന്റെ സ്ട്രെങ്ത്തും ബേസിന്റെ സ്ട്രെങ്ത്തും വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് ഇത്രയും ഇച്ചിരി പാടാണ്, എനിക്കറിയാം, ഇച്ചിരി പാടാണ്, പക്ഷെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. നെക്സ്റ്റ് വൺ ഈസ് വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ് ടൈട്രേഷൻ ആണ്. സോ നമ്മളിത് ഓരോന്നിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ കൺസിഡർ ടൈട്രേഷൻ ഓഫ് 0.1 മോളർ അക്വസ് അമോണിയ വിത്ത് 0.1 മോളർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. റിയാക്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ 0.1 മോളർ അക്വസ് അമോണിയയും 0.1 മോളർ ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ NH4OH plus HCl gives NH4Cl plus H2O. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. NH4Cl സോൾട്ട് ഫോം ചെയ്തു, ഡിസോസിയേഷൻ നടക്കുന്നു, ആൻഡ് സോൾട്ട് അണ്ടർഗോ ഹൈഡ്രോ നടക്കുന്നു. എങ്ങനെ, NH4 plus H2O plus NH4OH plus H plus, കണ്ടോ അവിടെ H plus റിലീസ് ചെയ്യുന്നു. സോ
ഇവിടെ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് അയോൺസ് ദ പി എച്ച് അറ്റ് ദ ഇക്വലന്റ് പോയിന്റ് വിൽ ബി സ്ലൈറ്റ്ലി അസിഡിക്. ഇവിടെ അയോൺസ് ഫോം ചെയ്തത് കൊണ്ട് തന്നെ സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും. ആസ് ദ അമോണിയ അയൺ ടെൻ ടു റിലീസ് ഹൈഡ്രോജൻ അയൺസ് ഇൻ ടു സൊല്യൂഷൻ. അങ്ങനെ നമ്മൾ H+ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. സോ ഇവിടെ നമ്മൾ പി എച്ച് അറ്റ് ഇക്വലന്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. So suppose we titrate 50 ml of 0.1 molar NH4OH with 0.1 molar HCl. നമ്മൾ 50 ml ആണ് എടുത്തു എന്ന് വെച്ചോളാം. സോ HCl ഉണ്ട്, NH4OH ഉണ്ട്, സോ ആസിഡും ഉണ്ട്, ബേസും ഉണ്ട്. പി എച്ച് അറ്റ് ഇക്വലന്റ് പോയിന്റ് ക്യാൻ ബി കാൽക്കുലേറ്റ് യൂസിങ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഞാൻ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞിരുന്നു, ആദ്യമേ പറഞ്ഞിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ പഠിക്കും പറഞ്ഞു. ഇതാണ് ഇക്വേഷൻ. സോ PKW നമുക്കറിയാം, PKB അറിയാം, C അറിയാം. സോ എന്താണ് PKW എന്ന് പറയുന്നത് 14.00, ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആണ്. ആൻഡ് PKB എന്ന് പറഞ്ഞാൽ 4.74 ആണ്, ദ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ NH4OH ആണ്. C 0.5 മോളാർ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് അറ്റ് ഇക്വലന്റ് പോയിന്റ് ആണ്. സോ നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഉണ്ട്. സോ PKB എന്ന് പറയുന്നത് 4.74 ആണ്, PKW 14.00 ആൻഡ് C ഈസ് ഈക്വൽ ടു 0.05 ആണ്. ലോഗ് C എന്ന് പറഞ്ഞാൽ -1.30 ആണ്. സോ ഇത് നിങ്ങൾ കൂടുതലും ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫോർമുലേഷൻസ് ഒക്കെ. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5.28 ആണ് കിട്ടുക. സോ ബേസിക്കലി ദ പി എച്ച് അറ്റ് ഇക്വലന്റ് പോയിന്റ് ഓഫ് ദിസ് ടൈട്രേഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി 5.28 വിത്ത് സ്ലൈറ്റ്ലി അസിഡിക് ഡ്യൂ ടു ഹൈഡ്രോലൈസിസ് ഓഫ് അമോണിയം അയോൺസ്. സോ സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും, കാര്യം എന്തുകൊണ്ടാണ് അമോണിയം അയോൺസ് ഉള്ളത് കൊണ്ട്. സോ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ എക്സാമ്പിൾ കൊടുത്താണ് നിങ്ങൾ നോക്കി വെക്കുക. സോ ഇനി വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് titration of 0.1 molar acetic acid with 0.1 normal ammonium hydroxide ആണ്. റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും, ലാസ്റ്റ് CH3CONH4 ഉണ്ടാവുന്നുണ്ട്, അതായത് ദ സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്, അമോണിയം അസറ്റേറ്റ്. അവിടെ വീണ്ടും ഹൈഡ്രോലൈസ് നടക്കുകയാണ് ചെയ്യുക, അങ്ങനെ ഫർദർലി പ്രൊസീഡ് നടക്കുന്നു. സോ ഇവിടെ ഇൻ ദിസ് ടൈട്രേഷൻ ദ പി എച്ച് അറ്റ് ഇക്വലന്റ് പോയിന്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. സോ ഇവിടെ ആസിഡിൻ്റെയോ ബേസിൻ്റെയോ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. ഈ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ടൈട്രേഷൻ ഈസ് ദാറ്റ് inflection point on the pH curve is very small near equivalent point. ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓൺ ദ PH കർവ് എന്ന് പറയുന്നത് ഇക്വലന്റ് പോയിന്റിനേക്കാളും എന്താണ് സ്മോളർ ആണ്, വെരി നിയർ സ്മോളർ ആണ്, അടുത്തുകൂടെയാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ വെൻ ടൈട്രേഷൻ 0.1 normal acetic acid with 0.1 normal ammonium hydroxide, the pH near equivalent point rise very slowly. കണ്ടോ, 0.1 normal acetic acid 0.1 normal ammonium hydroxide നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ PH നിയർ ദ ഇക്വലന്റ് പോയിന്റ് എന്ന് പറയുന്നത് പയ്യെയാണ് അത് റൈസ് ചെയ്യുന്നത്. ഫ്രം അറൌണ്ട് 6 to 8, 6 നിന്ന് 8 പയ്യെ മേലേക്ക് റൈസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ആൻഡ് ദ ചേഞ്ച് ഈസ് ഈവൻ സ്മോളർ വെൻ മോർ ഡൈലൂട്ട് സൊല്യൂഷൻസ് ആർ ആഡഡ്. സോ നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് ഡൈലൂട്ട് സൊല്യൂഷൻ ആഡ് ചെയ്താൽ പോലും എന്ത് ചെയ്യും, അതിൻ്റെ പയ്യായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വലന്റ് പോയിന്റ് ആക്യുറേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. എന്താണ് ഇതിൻ്റെ ഇക്വലന്റ് പോയിന്റ് എത്രയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ ഇതെല്ലാം ഡിസോസിയേഷൻ കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അസിഡിക് ആണെങ്കിൽ 7, ബേസിക് ആണെങ്കിൽ 7 ആൻഡ് ക്ലോസർ ആണെങ്കിൽ 7. സോ അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, ലെസർ ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എ മിക്സഡ് ഇൻഡിക്കേറ്റർ നമ്മൾ ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്. കാര്യം മിക്സഡ് ഇൻഡിക്കേറ്റർ എന്താണ്, കാര്യം ഇങ്ങനെ ഒരു വാല്യൂല് ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ട് മിക്സഡ് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ നമുക്കൊരു കളർ ചേഞ്ച് തരും. ഒരു സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഒരു കളർ ചേഞ്ച് തരുന്ന സാധനമാണ് എന്ത്, ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ ടിപ്പിക്കലി വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്, ഒന്നെങ്കിൽ വീക്ക് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ബേസോ ആയിരിക്കാം. സോ ഡിഫറെൻറ്റ് കളർ ആയിരിക്കും. അയോണൈസേഷനും അൺഅയോണൈസേഷൻ ഫോമിലും ഡിഫറെൻറ്റ് കളർ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. സോ നമ്മൾ ഏത് ടൈപ്പാണ് ടൈട്രേഷൻ ഉപയോഗിക്കുന്നത് ആൻഡ് PH അറ്റ് ദ ഇക്വലന്റ് പോയിന്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിക്കേറ്റർ എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇൻഡിക്കേറ്റർ ആർ വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ് ആണ്. സോ നമുക്ക് ഓസ്വാൾഡ് തിയറി അനുസരിച്ച് നമുക്ക് നോക്കാം. ഓസ്വാൾഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് ടൈട്രേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ അൺഡിസോസിയേറ്റഡ് ഫോം ഓഫ് ദ ഇൻഡിക്കേറ്റർ ഹാസ് എ ഡിഫറെന്റ് കളർ. അൺഡിസോസിയേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് കളർ ആൻഡ് കമ്പയർ ടു അയണൈസേഷൻ ഫോം. സോ ഇൻ ആൻ acidic solution
the ionization of indicator is suppressed due to common ion effect. സോ അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, അയണൈസേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും, കോമൺ അയൺ എഫക്റ്റ് ഉള്ളത് കൊണ്ട്. ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ അയണൈസേഷൻ കൂടുകയും അങ്ങനെ കളർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, അയണൈസ്ഡ് ഫോം ആയതുകൊണ്ട്. മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. എന്താണ്, അൺഅയണൈസ്ഡ് ഫോമിലും ഉണ്ട്, അയണൈസ്ഡ് ഫോമിലും ഉണ്ട്. സോ അയണൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, സൊല്യൂഷനിൽ കളർ ഉണ്ടായിരിക്കും ഓഫ് ദി അയണൈസ്ഡ് ഫോമിൻ്റെത്. ഇനി ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്, കോമൺ അയൺ എഫക്റ്റ് കാരണം അവിടെ സപ്രസ് ആയിട്ടാണ് ഇരിക്കുക, അതുകൊണ്ട് എന്തുണ്ടാവില്ല, കളറോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആസിഡ് ഇൻഡിക്കേറ്റർ ആണ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പി എച്ച് വിത്ത് ദ സൊല്യൂഷൻ കളർ ചേഞ്ച് ഒക്കേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ കോൺസെൻട്രേഷൻ റേഷ്യോ ഓഫ് അയണൈസ്ഡ് ആൻഡ് അൺഅയണൈസ്ഡ് ഫോം. സോ അയണൈസ്ഡിനെ അൺഅയണൈസ്ഡിന്റെയും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പി എച്ചിന്റെ കളർ എപ്പോഴും തീരുമാനിക്കുക ഇൻഡിക്കേറ്റേഴ്സിന്റെ കാര്യത്തിൽ കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഗവേൺഡ് ബൈ ലോ ഓഫ് മാസ് ഓഫ് ആക്ഷൻ ഓൺ ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ഇൻഡിക്കേറ്റർ. സോ ലോ ഓഫ് മാസ് ഓഫ് ആക്ഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത്. സോ കെ ഐ എൻ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ഐ എൻ മൈനസ് എച്ച് ഐ എൻ ആണ് ഫോർമുല വരുന്നത്. ജസ്റ്റ് നോക്കി വെക്കാം, മിക്കവാറും ചോദിക്കാം ഇൻഡിക്കേറ്ററിന്റെ തിയറി എന്താണ് ചോദിക്കാം. എളുപ്പമാണ്, നമുക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഓസ്വാൾഡ് തിയറിയാണ്. ഇനി രണ്ട് ഭാഗത്തും ലോഗരിതം എടുക്കുവാണ്. സോ കോമൺലി നമ്മൾ അപ്പുറം ഇപ്പുറം ലോഗരിതം എടുത്തു. സോ നമ്മൾ എന്താണ് ഒന്നും കൂടെ ഫോർമുലേനെ നല്ല ഭംഗിക്ക് വെക്കുവാണ് കേട്ടോ. സോ ലോഗ് എച്ച് ഐ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് മൈനസ് ലോഗ് കെ ഐ എൻ ആണ്. സോ കളർ ചേഞ്ച് ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പി എച്ച് ആണ്. അത് നമുക്കറിയാം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് അയണൈസ്ഡോ അല്ലെങ്കിൽ അൺഅയണൈസ്ഡ് ഫോം ചേഞ്ച് വിത്ത് പി എച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻഡിക്കേറ്റർ ഷുഡ് ബി ചൂസൺ സച്ച് ദ പി എച്ച് അറ്റ് ഇക്വലന്റ് പോയിന്റ് ഫാൾ വിത്തിൻ ദ ട്രാൻസിഷൻ റേഞ്ച്. സോ ട്രാൻസിഷൻ റേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇൻഡിക്കേറ്ററിന് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് റെസൊണൻസ് തിയറിയാണ്. ഓൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ കോമൺലി യൂസ്ഡ് as an ആർ ഓർഗാനിക് കോമ്പൗണ്ട്. എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഡിഫറെൻറ്റ് ഇൻ കളർ ഓഫ് സം കോമ്പൗണ്ട് ഇൻ അസിഡിക് ആൻഡ് ബേസിക് മീഡിയം ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ഓഫ് ടു ഫോംസ്. സോ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടുന്നത്, അപ്പോൾ റെസൊണൻസ് തിയറി പ്രകാരം പറയുന്നത് ഡിഫറെൻറ്റ് കളർ ഓഫ് സം കോമ്പൗണ്ട് ലൈക്ക് ആസിഡ് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഡിഫറെൻറ്റ് കളർ കിട്ടുന്നത് സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം എന്നാണ് പറയുന്നത്. ദ കളർ ഷോ ബൈ ദ കോമ്പൗണ്ട് ഈസ് അസോസിയേറ്റ് വിത്ത് എബിലിറ്റി ടു absorb visible light which depending upon its electronic structure. സോ നമുക്ക് കളർ കാണിക്കുന്നത് വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് കാണിക്കുക. അതിനെന്താണ്, ഇലക്ട്രോണിക് സ്ട്രക്ചറുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദ കളർ ഷോ ബൈ ദ കോമ്പൗണ്ട് ഇസ് അസോസിയേറ്റഡ് വിത്ത് എബിലിറ്റി ടു അബ്സോർബ് വിസിബിൾ ലൈറ്റ്. സോ വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് മാത്രമല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. എ ചേഞ്ച് ഇൻ ഇലക്ട്രോണിക് ഫീച്ചർ ഓഫ് ദ കോമ്പൗണ്ട് വിൽ റിസൾട്ട് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് കളർ കമ്പോണന്റ് ഓഫ് ലൈറ്റ് വിച്ച് ലീഡ് ടു കളർ ചേഞ്ച്. അപ്പോൾ എന്താണ്, ഇലക്ട്രോണിക് ഫീച്ചേഴ്സിൽ മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷനിൽ മാറ്റം വരികയും അങ്ങനെ ഡിഫറെൻറ്റ് കളർ ചേഞ്ച് വരികയും ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്ട്രക്ചറാണ് എന്ത്, ഈ വിസിബിൾ ലൈറ്റ് എത്രത്തോളം അബ്സോർബ് ചെയ്യണം നമ്മളെ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രക്ചറിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ചേഞ്ച് വരുന്നു, നമ്മളെ കാണിക്കുന്ന ലൈറ്റ് മാറ്റം വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ലൈക്ക് പിങ്ക്, റെഡ് ആൽക്കലൈൻ സൊല്യൂഷനിൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് റെസൊണൻസ് തിയറി പറഞ്ഞത്. അപ്പോൾ ഓസ്വാൾഡ് അറിയാലോ, അത് അയോണൈസേഷൻ ആണ്. ആൻഡ് റെസൊണൻസ് ആണെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ്. ഇനി ടൈപ്പ് ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ആസിഡിന് എക്സാമ്പിൾ, വീക്ക് ആസിഡിന് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആൻഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ മിക്സർ ആണ്. ബാക്കിയൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ അറിയുന്നതാണ്. സോ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ മീഥൈൽ ഓറഞ്ച് കിടപ്പുണ്ട് കേട്ടോ, ഫിനോഫ്താലിൻ കിടപ്പുണ്ട്, ആൻഡ് ഫിനോൾ റെഡ്, മീഥൈൽ റെഡ്. സോ നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഫിനോഫ്താലിൻ എല്ലാത്തിലും ഉണ്ട്. വീക്ക് ആസിഡിൽ ഫിനോഫ്താലിൻ ഉണ്ട്, ആൻഡ് സ്ട്രോങ് ആസിഡ് ബേസിൽ മാത്രം ഫിനോഫ്താലിൻ ഇല്ല. അപ്പം സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡിലും ഫിനോഫ്താലിൻ ഉണ്ട്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിൽ എന്താണ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മീഥൈൽ ഓറഞ്ചും മീഥൈൽ റെഡും ഒക്കെയാണ് ഉള്ളത്. ആൻഡ് ഇവിടെ മിക്സഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ മിക്സഡ് ഇൻഡിക്കേറ്ററിന്റെ കാരണം നമുക്കറിയാം. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് വീക്ക് ആസിഡ് വീക്ക് ബേസിന് മിക്സഡ് ഇൻഡിക്കേറ്റർ? കാരണം എന്തുകൊണ്ടാണ്, എൻ്റെ കർവ് ഭയങ്കര ഫ്ലാറ്റ് ആണ്. നിങ്ങളത് മറന്നു പോകരുത് കേട്ടോ. നമ്മൾ എവിടെയാണ് പറഞ്ഞതും, നമ്മൾ ഇവിടെ എവിടെയോ പറഞ്ഞില്ല, എവിടെയാണ് പറഞ്ഞല്ലേ, ഇവിടെ നോക്കിയേ. ഇവിടെ എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ പറഞ്ഞത്, പി എച്ച് ഈസ് ഈക്വലന്റ് പോയിന്റ് ഡിപ്പെൻഡ് ടു റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ് ആൻഡ് ബേസ് ആൻഡ് പി എച്ച് ഡസ് നോട്ട് ചേഞ്ച് ഡ്രാമാറ്റിക്കലി ഡ്യൂറിംഗ് ദ ടൈട്രേഷൻ. കണ്ടോ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്ന് പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
സോ ഇത് ഞാൻ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും അതിന്റെ പി എച്ച് റേഞ്ചും കൊടുത്തിട്ടുണ്ട്. പറ്റും നമുക്ക് നോക്കി വെക്കാം, ഇല്ലാതെ അങ്ങ് വിട്ടുകളയാം, വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇനി മിക്സഡ് ഇൻഡിക്കേറ്റർ എന്താണ്? സോ എൻ വീക്ക് ആസിഡ് വീക്ക് ബേസ് ഇൻവോൾവ് ഇൻ ടൈട്രേഷൻ ദ പി എച്ച് റേഞ്ച് ഓഫ് ഇക്വലന്റ് പോയിന്റ് ഈസ് വെരി നാരോ. ഓൾറെഡി പറഞ്ഞതുപോലെ ഇക്വലന്റ് പോയിന്റ് വെരി നാരോ ആയിരിക്കും. നമുക്കൊരു ഷാർപ്പ് കളറും ഷാർപ്പ് എൻ പോയിന്റും വേണം, അല്ലെങ്കിൽ നമുക്ക് അറിയണ്ടേ, തിരിച്ചറിയണ്ടേ ഇപ്പോൾ ഏതാണെന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സഡ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ കോമ്പിനേഷൻസ് ആയിരിക്കും, ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഇൻഡിക്കേറ്റ് വിച്ച് ക്ലോസ് ടു പി കെ വാല്യൂ. പി കെ വാല്യൂവുമായി ബന്ധപ്പെട്ട് ക്ലോസ് ആയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. കളർ ചേഞ്ച് ആർ കോംപ്ലിമെന്ററി കളേഴ്സ് ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഓഫ് ഡിഫറെന്റ് കളർ അറ്റ് വേരിയസ് പി എച്ച്. അപ്പം ഓരോ പി എച്ചിലും ഇതിങ്ങനെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതനുസരിച്ച് നമ്മൾ കളർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് പി എച്ചിൽ ഏത് കളർ വന്നു എന്നുള്ളത് കേട്ടോ. ആൻഡ് മീഥിൽ ഗ്രീൻ ആൻഡ് ഫിനോഫ്താൽ ദ കോമ്പിനേഷൻ ഓഫ് 2 part of 0.1% methyl green solution in ethanol and 1 part 0.1% phenolphthalein solution in ethanol show a color change from gray to pale blue at a pH range of 8.4 to 8.88. ഇവിടെ കണ്ടോ, മീഥിൽ ഗ്രീനും ഫിനോഫ്താലിനും ആണ്. സോ 2 parts ഓഫ് മീഥിൽ ഗ്രീനും എത്തനോളിലും ആൻഡ് 1 part ഓഫ് ഫിനോഫ്താലിൻ സൊല്യൂഷൻ എത്തനോളിലും ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഗ്രേ ടു പെയിൽ ബ്ലൂ അറ്റ് ദ പി എച്ച് റേഞ്ച് 8.4 to 8.8 നമുക്ക് കിട്ടും. ആൻഡ് തൈമോൾ ബ്ലൂ ആൻഡ് ക്രസോൾ റെഡ് ആണ് ഉപയോഗിക്കുക. അവിടെ 3 part ഓഫ് തൈമോൾ ബ്ലൂ ഇൻ അക്വ സൊല്യൂഷനും 1 part ഓഫ് ക്രസോൾ റെഡുമാണ് ഉപയോഗിക്കുക. ആൻഡ് ഗീവ് എ കളർ ചേഞ്ച് ലൈക്ക് യെല്ലോ ടു വയലറ്റ് അറ്റ് പി എച്ച് 8. സോ യെല്ലോ ടു വയലറ്റ് ആണ് നമുക്ക് പി എച്ച് 8 കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് മിക്സഡ് ഇൻഡിക്കേറ്റർ. സോ എളുപ്പമാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര എളുപ്പമാണ്. ബഫർ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എളുപ്പമാണ്. സോ ഈ ഒരു എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ആസിഡ് ബേസ് ലൈക്ക് ടൈട്രേഷൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഐഡിയയും കിട്ടും. സോ നന്നായിട്ട് നോട്ട് വായിക്കുക, അതിനുശേഷം ക്ലാസ്സും കൂടെ കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.